Good morning. Today's topic is communication of offer, acceptance, and its revocation. Communication of an offer, അതായത് an offer and proposal to be complete, it must be communicated. ഓഫറും അക്സെപ്റ്റൻസും വെറുതെ ഒരാൾ മനസ്സിൽ വിചാരിച്ചാൽ മാത്രം പോരാ എൻ്റെ കാറ് വിൽക്കുകയാണ് എന്നുള്ളത്. അതേപോലെ ഇപ്പം ഓഫർ കിട്ടിക്കഴിഞ്ഞിട്ട് അയാൾ മനസ്സിൽ വിചാരിച്ചാൽ മാത്രം പോരാ ഞാൻ വാങ്ങാൻ പോവുകയാണ് എന്നുള്ളത്. രണ്ടും എന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു ഓഫറാണെങ്കിലും ആക്സെപ്റ്റൻസ് ആണെങ്കിലും അതിന് വാലിഡിറ്റി ഉണ്ടാവണമെങ്കിൽ അതെന്താക്കിയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഓക്കെ, സോ ഓൺലി വെൻ ഓഫർ ഇസ് കമ്മ്യൂണിക്കേറ്റഡ് ഇറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ്. അല്ലേ, ഞാനിപ്പോൾ എൻ്റെ വീട് വിൽക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ല. ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇഫ് ദി ഓഫർ ഇസ് ആക്സെപ്റ്റഡ്, ഇപ്പം ഞാൻ വീട് വിൽക്കുന്നുണ്ട്, നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാണ്, നിങ്ങളത് വാങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പുട്ട് ടു ദ നോളജ് ഓഫ് ദി ഓഫറർ. ഓക്കെ, therefore communication of acceptance is necessary for forming a contract. അപ്പോൾ രണ്ടും കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫറും നിർബന്ധമാണ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് ഓൾസോ നെസസറി ഫോർ ക്രിയേറ്റിംഗ് എ കോൺട്രാക്റ്റ്. ഇനി കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ ഇസ് ഇഫക്റ്റഡ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് ടു മെത്തേഡ്സ്. ഏതൊക്കെ രണ്ട് മെത്തേഡ്സ് പറയുന്നത്? ദർ ആർ ടു modes of communication. First one, communication by act. Second one, communication by omission of an act. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഓഫർ, ആക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ. റിവോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കേട്ടോ, റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പം നിങ്ങൾ കൊടുത്ത ഓഫർ തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തൊരു സാധനം ഇനി വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ടേക്കിംഗ് ബാക്ക് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. റിവോക്കേഷനും എന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ ഓർ ബൈ കോണ്ടാക്റ്റ്. അതാ പറയുന്നത്. ഒന്നുകിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ബൈ ആക്ട്. രണ്ടാമത്തതാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ബൈ ഒമിഷൻ. അപ്പോൾ ആക്റ്റിൽ ഏതൊക്കെയാണ് വരിക? ആക്ട് ഇൻക്ലൂഡ്സ് നിങ്ങളെ പ്രവൃത്തി കൊണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഐ മീൻ ആക്ട് ഇൻക്ലൂഡ്സ് ബൈ കോണ്ടാക്ട്, ബൈ വേർഡ്സ്, റിട്ടൺ ഓർ ഓറൽ. സോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഈ ഒരു ഫോം. ആക്റ്റിലാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ സോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ ലെറ്റർ, ടെലിഗ്രാം, ടെലിഫോൺ എക്സെട്ര. ഇനി നേരെ മറിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഇത് നോക്കാം. എൻട്രി ഇംപ്ലൈഡ് ആയിട്ട്, അതായത് പറഞ്ഞല്ലോ ആക്ട് എന്ന് പറയുന്നത് വേർഡ് സ്പോക്കൺ ആവാം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ആവാം എന്നുള്ളത്. എൻട്രിങ് ഇൻ ടു എ ബസ് ഇറ്റ്സ് എ കോണ്ടാക്റ്റ്. അതായത് ഇവിടെ നിങ്ങൾക്ക് എന്താ വരുന്നത്? വിച്ച് ഹാസ് ദി ഇഫക്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ടു ട്രാവൽ ഇൻ ദി ബസ്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ മോഡ് പറഞ്ഞത് ഒമിഷനാണ്. കമ്മ്യൂണിക്കേഷൻ ബൈ ഒമിഷൻ ഓഫ് എൻ ആക്ട്. ഒമിഷൻ ഓഫ് എൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് contact or forbearance on the part of one person which has the effect of communication. Okay, so communication of this thing, അതായത് ഓഫർ, ആക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ, ആ മൂന്നും എന്താക്കിയിരിക്കണം? ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി അതർ പാർട്ടി. ഓക്കെ, ഇനി when is communication complete? When is communication of offer is complete? അതേപോലെ when is communication of acceptance is complete നോക്കാം. ഫസ്റ്റ് നമുക്ക് when is communication of offer is complete. സെക്ഷൻ 4 പറയുന്നുണ്ട് the communication of an offer is complete as soon as it comes to the knowledge of the offering. ഇപ്പം ഫോർ എക്സാമ്പിൾ proposes by a letter to sell his house to B for 20 lakh. ഒരു കത്തയച്ചിട്ട് പറയാണ് ഞാൻ എൻ്റെ വീട് വിൽക്കാൻ പോയി 20 ലക്ഷം രൂപയ്ക്ക്. അതായത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണം വാങ്ങിക്കോളാൻ. അപ്പോൾ ദ കമ്മ്യൂണിക്കേഷൻ ഓഫർ എന്ന് പറയുന്നത് അതാണ്. എന്ത്? അയാൾ ഓഫർ ചെയ്ത എന്താണ്? അയാളെ വീട് വിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ. അപ്പം
ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറയുന്നത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്നാണ് പറയുന്നത് വെൻ ബി റിസീവ്സ് ദ ലെറ്റർ. മനസ്സിലായോ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? The proposal or the offer is complete when it comes to the knowledge of the person to whom it is made. Okay. Second, when is communication of acceptance is complete? നോക്കാം. So the communication of acceptance is complete. അവിടെ രണ്ട് കേസ് പറയുന്നുണ്ട്. As against the proposer, as against the proposee അല്ലെങ്കിൽ offeree, acceptor. അപ്പോൾ ഫസ്റ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പ്രൊപ്പോസർ വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ഹിം സോ ആസ് ടു ബി ഔട്ട് ഓഫ് ദി പവർ ഓഫ് ദി അക്സെപ്റ്റർ. അതായത് വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ഹിം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എക്സാമ്പിൾ പറയുന്നത് എ പ്രൊപ്പോസസ് ബൈ എ ലെറ്റർ ടു സെൽ എ ഹൗസ് ടു ബി അറ്റ് എ സർട്ടൻ പ്രൈസ്. ബി ആക്സെപ്റ്റ് A's proposal by a letter sent by post. അപ്പോൾ the communication of acceptance is complete as against A. A എന്ന് പറയുന്ന ആളാണല്ലോ പ്രൊപ്പോസർ when the letter is posted. ഓക്കെ, അതാണ് പറയുന്നത്. പ്രൊപ്പോസർ അല്ലെങ്കിൽ ഓഫററെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്നാണ് പറയുന്നത് വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്തായി തീരുക ചെയ്യുന്നത്? ആക്സെപ്റ്റൻസ് as against the proposer, communication of acceptance completes. Okay. As against the acceptor, when it comes to the knowledge of the proposer, acceptor എപ്പോഴാണോ തിരിച്ചിട്ട് ലെറ്റർ അയച്ച് അത് എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുന്നതെന്നാണ് പറയുന്നത്? ഓഫറിക്കും ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നു. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്, അതായത് ആസ് അഗെയിൻസ്റ്റ് ദ ആക്സെപ്റ്റർ വെൻ ഇറ്റ് കംസ് ടു ദി നോളജ് ഓഫ് ദി പ്രൊപ്പോസർ. അപ്പോൾ ഈ സെയിം എക്സാമ്പിളിൽ തന്നെ ആസ് അഗെയിൻസ്റ്റ് ബി എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? വെൻ ദ ലെറ്റർ ഇസ് റിസീവ്ഡ് ബൈ എ. അപ്പോൾ അത്ര ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് കംപ്ലീറ്റ് ആവുന്നതെന്നാണ് പറയുന്നത്? പ്രൊപ്പോസറെ സംബന്ധിച്ചിടത്തോളം, ഓഫററെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ലെറ്റർ സെൻഡ് ചെയ്ത്, അതായത് അത് ട്രാൻസ്മിറ്റ് ചെയ്താൽ മാത്രം മതി. പുട്ടിൻ എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ഹിം. അതായത് അയാളെ കൺട്രോളിൽ നിന്ന് ഇപ്പം ഒരു ലെറ്റർ എഴുതിങ്ങാണ്ട് ഞാൻ എൻ്റെ വീട് വിൽക്കുകയാണ് 5 ലക്ഷം രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതിങ്ങാണ്ട് പോസ്റ്റ് ചെയ്യുക. അതോടുകൂടി അയാൾ ഔട്ട് ഓഫ് കൺട്രോളാണ്. ദ പവേഴ്സ് ഓഫ് ദി ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ദി പവേഴ്സ് ഓഫ് ദി അക്സെപ്റ്റർ. അപ്പോൾ ഇങ്ങനെയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫററെ സംബന്ധിച്ചിടത്തോളം ദ ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ്. നേരെ മറിച്ച് ആസ് അഗെയിൻസ്റ്റ് ദ അക്സെപ്റ്റർ ഇയാൾ തിരിച്ചിട്ടൊരു ലെറ്റർ അയച്ചിട്ട്, അതായത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞൊരു ലെറ്റർ അയച്ചിട്ട് ഇത് ആരുടെ ഇതിലെത്തിയിരിക്കണം? ആൻഡ് ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ദി പ്രൊപ്പോസർ. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ വെൻ മിസ്റ്റർ എ റിസീവ്സ് ദ ലെറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു ടേമും കൂടെ പറയുന്നുണ്ട്. നമ്മൾ 3 കൂടിയാണല്ലോ നോക്കി. റിവോക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിഡ്രോവൽ ഓഫ് ഓഫർ ഓർ ആക്സെപ്റ്റൻസ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹൂ മേക്സ് ഇറ്റ് വെൻ it is put into a course of transmission to the person to whom it is made. അതായത് നേരത്തെ പറഞ്ഞത് തന്നെ ആരാ റിവോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫർ നമ്മൾ തിരിച്ചെടുക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ഓഫർ മേക്ക് ചെയ്ത ആളെന്ന് പറയുന്നത് ഓഫററെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴാണ് അവസാനിക്കുന്നതെന്നാണ് പറയുന്നത്? നേരത്തെ ആക്സെപ്റ്റൻസിൻ്റെ കേസിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെ. ആൻഡ് ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഇസ് മെയ്ഡ്, അതായത് ഓഫറിനെ സംബന്ധിച്ചിടത്തോളം വെൻ ഇറ്റ് കംസ് ടു ഹിസ് നോളജ്. അതായത് റിവോക്കേഷൻ, ഇപ്പോൾ ഓഫർ നിലനിൽക്കുന്നില്ല എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ ദാറ്റ് റിവോക്കേഷൻ ഹാസ് ഇറ്റ്സ് ഇഫക്റ്റ്. ഓക്കെ, ദെൻ ടൈം ഫോർ റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഇതിനൊരു ടൈം ഉണ്ടല്ലോ, അതായത് എങ്ങനെയാണ് ടൈം നോക്കാം.
So an offer may be revoked by the proposer at any time before the letter of acceptance has been posted by the acceptor. മനസ്സിലായില്ല. വെൻ സച്ച് എൻ ലെറ്റർ ഹാസ് ബീൻ പോസ്റ്റഡ് ദ ഓഫർ കനോട്ട് ബി റിവോക്ഡ് ബൈ ദ ഓഫറർ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഒരു ഓഫർ നടത്തുന്നുണ്ടെങ്കിൽ ആ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള അതുവരെ എന്താക്കാം എന്നാണ് പറയുന്നത്, റിവോക്ക് ചെയ്യാം. പക്ഷേ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അത് പോയി അയാളുടെ ഓഫറിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടാവും. അപ്പം പിന്നെ റിവോക്ക് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ആക്സെപ്റ്റൻസ് മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബൈ ദി ആക്സെപ്റ്റർ. ഇതേപോലെ തന്നെ ബിഫോർ ദ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് റീച്ചസ് ദി ഓഫർ. ഇനി ഒരാൾ ആക്സെപ്റ്റ് ചെയ്തു, വീട് വിൽക്കുക എന്നുള്ളത് ഞാനത് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു, ആക്സെപ്റ്റ് ചെയ്തു ആ ഓഫർ. അപ്പോൾ ഈ ആക്സെപ്റ്റൻസ് ലെറ്റർ എപ്പോഴാണോ ഓഫർ പ്രപ്പോസറെ കയ്യിലെത്തുന്നത് അതിൻ്റെ മുന്നേ എപ്പോൾ വേണമെങ്കിലും റിവോക്ക് ചെയ്യാം ആക്സെപ്റ്റൻസ്. നേരെ മറിച്ച് അവിടെ കയ്യിലെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ റിവോക്ക് ചെയ്യാൻ പറ്റില്ല, അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആൻ ആക്സെപ്റ്റൻസ് മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി ആക്സെപ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു റിവോക്ക്